എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നല്ല കർക്കിടക കഞ്ഞി. അതൊരു ഔഷധമാണ്. പലയിടത്തും മരുന്നുകഞ്ഞി എന്ന് തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. പേര് പോലെ തന്നെ ഇതൊരു മരുന്നായി കണ്ടുകൊണ്ട് അവരവരുടെ ശരീരപ്രകൃതിയും പ്രായവും ആരോഗ്യസ്ഥിതിയും അനുസരിച്ച് മാത്രം കഴിക്കുക. പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ടുള്ളവർക്ക് പരമ്പരാഗത കൂട്ടുകളൊക്കെ തന്നെ ചേർത്തുകൊണ്ട് കഴിക്കാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ കർക്കിടക കഞ്ഞിയുടെ പിന്നിലുള്ള ശാസ്ത്രത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. അതിൽ നിങ്ങൾ പലരും പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രമേഹമുള്ള രോഗികൾക്ക് എങ്ങനെ കഴിക്കാം, വൃക്ക രോഗികൾക്ക് എന്തൊക്കെ ഒഴിവാക്കണം, മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന റെഡിമെയ്ഡ് കിറ്റുകൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ പുണ്യ അമൃത ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യനാണ്. പ്രമേഹമുള്ളവർ ശർക്കരയും തേങ്ങാപ്പാലും ചേർത്തിട്ടുള്ള മധുരമുള്ള കഞ്ഞികൾ ഒഴിവാക്കുക. ഞവര അരിയോ തവിടോട് കൂടിയിട്ടുള്ള മറ്റരികളോ ഉപയോഗിക്കുക. അരിയുടെ അളവ് കുറച്ച് ഉലുവ, ജീരകം, ചെറുപയർ, കുറുന്തോട്ടി എന്നിങ്ങനെയുള്ള ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഔഷധക്കൂട്ടുകളുടെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കുക. വൃക്കരോഗമുള്ളവരാണെങ്കിൽ സോഡിയം, പൊട്ടാസ്യം എന്നിവയുടെ അളവ് നിയന്ത്രിക്കേണ്ടത് പ്രധാനമാണ്. കഞ്ഞിയിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കുക. പൊട്ടാസ്യം അധികമായി അടങ്ങിയിട്ടുള്ള തേങ്ങാപ്പാൽ, തഴുതാമ പോലുള്ള ചില പച്ചമരുന്നുകൾ എന്നിവ പൂർണ്ണമായും കഞ്ഞിയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഒരേപോലെയല്ല ഈ കഞ്ഞി കഴിക്കേണ്ടത്. ഉലുവ, ആശാളി എന്നിവ അമിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഗർഭിണികളിൽ യൂട്രൈൻ കോൺട്രാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേസമയം മുലയൂട്ടുന്ന അമ്മമാർ ഉലുവ ചേർത്ത കഞ്ഞി കഴിക്കുകയാണെങ്കിൽ മുലപ്പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടങ്ങളിൽ കഞ്ഞി കഴിക്കുന്നവർ അമിതമായി ഔഷധം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുതിർന്നവരാണെങ്കിൽ എളുപ്പം ദഹിക്കുന്നതായിട്ടുള്ള ചേരുവകൾ വേണം കഞ്ഞിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. വാദസംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ളവരും സന്ധിവേദനയുള്ളവരും കുരുമുളക്, ചുക്ക്, ജീരകം എന്നിവ ചേർക്കുന്നത് വേദന ശമിപ്പിക്കും. അല്പം നെയ്യ് കൂടെ ചേർക്കുകയാണെങ്കിൽ സന്ധിക്കും അസ്ഥിക്കും ബലം കൂട്ടും. വീട്ടിൽ കഞ്ഞി തയ്യാറാക്കുന്നവർ ഏത് മരുന്ന് എത്ര അളവിൽ എന്തിനു വേണ്ടി എന്നറിഞ്ഞിരിക്കണം. പച്ചമരുന്നുകൾ നന്നായി കഴുകി അന്നത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം അളന്നെടുത്ത് പാകം ചെയ്ത് ചൂടോടെ കഴിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ നിന്നും റെഡിമെയ്ഡ് കിറ്റുകൾ വാങ്ങിക്കുന്നവർ ഇൻഗ്രീഡിയൻസ്, എക്സ്പയറി ഡേറ്റ്, ഫുഡ് സേഫ്റ്റി ലേബലുകൾ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല എന്നുള്ളതും പരിശോധിക്കാൻ മറക്കരുത്. എത്ര ദിവസം എപ്പോൾ കഴിക്കണമെന്ന് നമുക്ക് നോക്കാം. കുറഞ്ഞത് 7 ദിവസമെങ്കിലും കർക്കിടക കഞ്ഞി കഴിക്കുക. സാധാരണയായി 7, 14, 21, 28 ദിവസങ്ങളിലായിട്ടാണ് കഴിക്കാറ്. രാവിലെ വെറും വയറ്റിലോ അത്താഴത്തിന് പകരമായി ലഘുഭക്ഷണമായോ നമുക്ക് കഴിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർക്കിടക കഞ്ഞി ഒരു ഔഷധമാണ്. അതുകൊണ്ട് അതൊരു മരുന്നായി കണ്ടുകൊണ്ട് ആവശ്യാനുസരണം മാത്രം കഴിക്കുക.